എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരിടയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. ഇന്നലെ രാത്രി യുവേഫ നേഷൻസ് ലീഗിലെ ക്വാർട്ടർ ഫൈനലിലെ രണ്ടാം പാദ മത്സരമായിരുന്നു നടന്നത്. പോർച്ചുഗലും അതുപോലെ തന്നെ ഡെൻമാർക്കുമായിരുന്നു ഏറ്റുമുട്ടിയത്. ആദ്യ പാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ എതിരില്ലാത്ത ഒരു ഗോളിന് ഡെൻമാർക്കിനോട് പോർച്ചുഗൽ പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ഒരു ഗോൾ മഴ പെയ്യിച്ചുകൊണ്ട് ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ പോർച്ചുഗൽ നേടിയെടുത്തിരിക്കുന്നത്. 2-നെതിരെ 5 ഗോളുകൾക്കാണ് ഇന്നലത്തെ മത്സരത്തിൽ പോർച്ചുഗൽ വിജയിച്ചു കയറിയത്. കൂടാതെ എക്സ്ട്രാ ടൈമിലാണ് ഗോൾ മഴ പെയ്ച്ചത് പോർച്ചുഗൽ എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂടാതെ സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലത്തെ മത്സരത്തിൽ ഗോൾ നേടിയതും പോർച്ചുഗൽ ആരാധകർക്കും അതുപോലെ തന്നെ റൊണാൾഡോയുടെ ആരാധകർക്കും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ഇന്നലെ രാത്രി യുവേഫ നേഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ പോർച്ചുഗൽ നേടിയെടുത്തത്. ഏതായാലും ആദ്യ പാദ മത്സരത്തിൽ ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നെങ്കിൽ പോലും രണ്ടാം പാദ മത്സരത്തിൽ ശക്തമായി തന്നെ തിരികെ വന്നു. അതും 5 ഗോളുകൾ നേടിക്കൊണ്ട് ഒരു വമ്പൻ തിരിച്ചുവരവ്. 2-നെതിരെ 5 ഗോളുകൾക്കാണ് ഇപ്പോൾ ഡെൻമാർക്കിനെ രണ്ടാം പാദ ക്വാർട്ടർ ഫൈനലിൽ ഇപ്പോൾ പോർച്ചുഗൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇന്നലത്തെ മത്സരത്തിൽ ഗോൾ നേടിയെന്നതും എടുത്തു പറയേണ്ടതാണ്. കൂടാതെ ഒരു ഗോൾ മഴ പെയ്യ്ക്കാനും ഇന്നലത്തെ മത്സരത്തിൽ പോർച്ചുഗലിനെ സാധിച്ചു. എക്സ്ട്രാ ടൈമിലാണ് മിക്ക ഗോളുകളും വന്നതെന്നും നമുക്ക് സ്കോർ ബോർഡ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു മികച്ച വിജയത്തോടു കൂടി ഇപ്പോൾ പോർച്ചുഗൽ യുവേഫ നേഷൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്ക് ഇപ്പോൾ യോഗ്യത നേടിയിരിക്കുകയാണ്. എന്തായാലും ഇനിയുള്ള സെമി ഫൈനൽ മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം തന്നെ നടത്താൻ പോർച്ചുഗലിന് സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം.